ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുന്നുള്ളൊരു വീഡിയോ കട്ടായി പോയിട്ടുള്ളൂ. വെച്ചിട്ടുള്ളത് ഈ ഒരു ലിപ് ബാമാണ് കേട്ടോ. ഈ ഒരു പാലാഴയുടെ ഈ ഒരു ബീട്രൂട്ട് ലിപ് ബാമാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഡ്രൈ ക്രാക്കി ലിപ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് സ്യൂട്ടാവും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോയ്സ്ചറൈസറാണ്. അതും ഈ ഒരു മോയ്സ്ചറൈസർ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു എല്ലാ റെക്കോർഡിങ് ആയില്ല കേട്ടോ. ഈ ഒരു ഡോക്ടർ ഷെഫിൻ്റെ സിക്കാക്കെ സിറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇപ്പം ഞാൻ നിലവിൽ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ യൂസ് ആക്കിക്കൊണ്ടിരുന്നത് ലാക്ടോ കലാമിൻ്റെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഒരു 3-4 ഇയേഴ്സായിട്ട് ഞാൻ അതായിരുന്നു യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം എൻ്റെ ഓയിലി സ്കിൻ എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഒരു നോർമൽ സ്കിന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ആ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഈ ഓയിലൊക്കെ ഒരു ഓയിലി ഫേസൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു നോർമൽ സ്കിൻ ടോണാവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആ ഒരു സാധനം. അത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ തന്നെ യൂസ് ആക്കിക്കൊണ്ടിരുന്ന വേറെ ടോണറും കൂടിയുണ്ട്. അത് ഈ ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ടോണർ. ഇത് രണ്ടും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അത് അല്ലാണ്ട് ഞാൻ വേറെ ഒരു സംഭവം കൂടെ യൂസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഓയിലി ആക്നെ ഈ പിമ്പിൾസൊക്കെ വരുന്നത് സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് അതും വർക്കാവും കേട്ടോ. അപ്പം അത് ഞാൻ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നു, ഫുള്ളായിട്ട് അതിന് തീർന്നു പോയി. അത് ഡോക്ടർ ഗീയുടെ ആണ് കേട്ടോ. ഡോക്ടർ ഗീയുടെ മിക്ക പ്രോഡക്റ്റും നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പം അതിൻ്റെതുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഇപ്പം ഞാൻ ഇടുന്നത് ഫോക്സ്റ്റൈലിൻ്റെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ SPF 50 PA+++ ആണ് കേട്ടോ. ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യും. ഇത് ഫേസ് ഓയിലി നോക്കത്തില്ല, പക്ഷെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. പെട്ടെന്ന് അബ്സോർവും ഫേസ് അങ്ങനെ ഡള്ളൊന്നും ആക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ മാറിയും തിരിഞ്ഞും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോട്ടൺ കീട ആ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇതിപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്, അപ്പോൾ വണ്ടിയിലാണ് പോണത് എങ്കിലും സൺസ്ക്രീൻ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ കരിഞ്ഞിരിക്കും. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ടിങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അന്നും ഇന്നും എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഈ ഒരു ബേബി പൗഡറാണ് കേട്ടോ. അത് അടിപൊളിയാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സ്കിൻ നമ്മളിങ്ങനെ വെളുത്തെങ്കിലും ഇരിക്കും. പിന്നെ ഇതിനകത്ത് എനിക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന സാധനം ഈ ഒരു പൗഡറാണ്. ഫൗണ്ടേഷൻ ഈ കോമ്പാക്ട് പൗഡർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കൊരു പിട്ടിട്ടൊക്കെ ഒരു ഫീൽ ഉണ്ടാവും. ഏതൊരു പുതിയ ലെയർ നമ്മുടെ സ്കിന്നിൽ വന്നിരിക്കുന്ന പോലെ തോന്നും. എനിക്ക് അത്ര പെർഫെക്ഷൻ തോന്നാറില്ല ആ സംഭവം ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ഫേസിൽ കൂടുതലും ഫങ്ഷൻ വന്നാലും ഞാൻ ഈ ഒരു സാധനമായിരിക്കും ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇതാണ് ഗൈസ് എൻ്റെ കണ്ണാടി. ഇതുണ്ടോ? ഇത് ഞാൻ അവിടെ ഇരുന്നിട്ട് തടിച്ചിരിക്കുക. എന്താ കാര്യം എന്നറിയത്തില്ല. നീ കടിച്ചെന്നോ? അവിടെ കഴുത്തും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബേസ് ആൻഡ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നെക്സ്റ്റ് നമുക്ക് പിരികം ഒന്ന് എഴുതി കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. എൻ്റെ മറ്റേ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂയിൽ ആ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന് പിറ്റേ ദിവസം ആയിട്ടുണ്ടായിരുന്ന 2 പീസുകളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പീസ് അവിടെയുണ്ട്, ഇതിൻ്റെ ബാക്കി പീസാണ് കേട്ടോ. ഇത് അവൾ 2ആയിട്ട് കടിച്ചതിനെ മുറിച്ച് കളഞ്ഞു. ഞാൻ അങ്ങനെ പിരിക എഴുതാറില്ല, കാരണം എൻ്റെ അത് ത്രെഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരി കണഞ്ഞാൽ പൊഞ്ഞാക്കുക വരും.
ഇനി കൂടുതൽ എഴുതി കഴിഞ്ഞാലേ ദിഗംബരീനെ പോലെ ഇരിക്കും. സോ അത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എഴുതി കൊടുക്കാം. അതാ പറഞ്ഞ പെട്ടെന്ന് നമുക്ക് ചെയ്താൽ പെട്ടെന്ന് പോവാം. അപ്പോൾ അതായത് സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നമുക്ക് ഫാസ്റ്റ് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ണിന് താഴെ മാത്രമാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഈ ഇട്ട് കൊടുക്കുന്നത് ഞാൻ മാർട്സിൻ്റെ ബ്ലഷാണ് കേട്ടോ. അത് അടിപൊളി ഷെയ്ഡാണ്. എൻ്റെ ഹൊറിസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പർപ്പിളിൽ നിന്ന് കേട്ടോ. കുറച്ച് മതി കേട്ടോ. ഓപ്പോസിറ്റ് ഫാൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നെന്നും വരും. ഈ ക്രീമി ബ്ലഷ് ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ചൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ പിരികത്തിൻ്റെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇനി കൂടിപ്പോകും. ഈ ഒരു സാധനം അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഈ ഒരു സാധനം വയ്ക്കാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മാർട്സിൻ്റെ 05 എഡ്ജ് ഓഫ് ഡിസൈറിൻ്റെ ആണ് കേട്ടോ വരുന്നത്. ഇത് വൈൻ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് 05 മാർട്സിൻ്റെ. നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതൊന്ന് ചെമിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ചെമിസ്റ്റിൻ്റെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അടിപൊളിയാണ് കേട്ടോ. ഈ സാധനം നമ്മളിങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഒന്ന് താക്കുമ്പോഴത്തേക്ക് ഇത് വെടിങ്ങ് വരും. ഭയങ്കര എളുപ്പത്തിൽ കാര്യം നടക്കും. ഈ ലിപ് ഗ്ലോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരുക്കമൊക്കെ കഴിഞ്ഞ് മുടി ഞാൻ കീഴിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ഹെൽമെറ്റ് വെക്കണം. കീഴിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണും ഹെഡ്സെറ്റും ഒക്കെ എടുത്തു. ഫുൾ മാസ്ക് കേട്ടോ. ഇത് വെയിൽ കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ എൻ്റെ സെൽഫീസാണ് കേട്ടോ. ചുമ്മാ കിടക്കട്ടെ എന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത്, അവിടുത്തെ വീട്ടിൽ ഇതുപോലെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവിടെ ഒരു ചെറിയ സ്ലോപ്പ് പോലെയാണ് കേട്ടോ. അവിടുത്തെ സ്റ്റെപ്പുകൾ കയറി വരണം. അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് വരുന്നത് കാപ്പിക്കുരുവാണ്. അപ്പോൾ ഇനി കാപ്പിക്കുരു ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരുമില്ലാത്തതുകൊണ്ട് അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ വരുവാണ്. അപ്പം ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ വണ്ടി വയ്ക്കുന്നുണ്ടാവുക. ഈ സൈഡിലാണ്. ഇതാണ് കേട്ടോ എൻ്റെ വണ്ടി. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ഇടിച്ച് താക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതുപോലെ മുകളിൽ വെക്കും. പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് വന്ന കയ്യുറിയും എൻ്റെ സ്കാർഫെല്ലാം അതിന് വണ്ടിക്കകത്ത് വെച്ച് സേഫാക്കി വെച്ചിട്ട് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാനും പിങ്കിയും കൂടി അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നോക്കിയിട്ടിരിക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചായയും കുടിക്കുന്നുണ്ട്. ഓൾറെഡി ചായയും പപ്സും ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ചായ കുടിക്കുന്നത്.
കുടിച്ചിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എവിടെയുണ്ടോ അവിടെ അവളും ഉണ്ട്. അവൾക്കും വേണം എൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ അടുത്തുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടത് വരയ്ക്കും. ബൈ.